നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. KPCC കസേരയ്ക്ക് വേണ്ടി കഞ്ഞും മെയ്യും പറഞ്ഞ് പോരാടുകയാണ് കേരള ഘടകത്തിലെ പലരും. ഹൈക്കമാൻഡിന് വരെ തലവേദനയായി നേതാക്കന്മാർ മാറിക്കഴിഞ്ഞു. നിലവിലെ KPCC അധ്യക്ഷനായ K സുധാകരനെ ഡൽഹിക്ക് വിളിച്ച് ചർച്ച നടത്തിയിട്ടും കേരളത്തിലെ പോര് ഒരൽപ്പം പോലും ഒതുങ്ങിയില്ല. ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് BJP കണ്ണു നട്ടിരിക്കുകയും ക്രൈസ്തവ വോട്ട് ബാങ്ക് ക്രൈസ്തവർ BJPയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതും ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ BJPയിലേക്ക് ഒഴുകിപ്പോകുന്നു എന്ന പേടിയിലും സഭാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പേരുകളിൽ കോൺഗ്രസ് സമ്മർദ്ദപ്പെടുമോ എന്ന ചർച്ച പോലും ഇപ്പോൾ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടാൽ പ്രവർത്തകരെങ്കിലും തിരിച്ചറിയുന്ന ഒരാൾ വേണ്ടി തലപ്പത്തുന്ന ചോദ്യവുമായി K മുരളീധരനും തുടക്കത്തിൽ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. കത്തോലിക്ക സഭയുടെ നിർദ്ദേശങ്ങൾക്ക് വശപ്പെടരുത് എന്ന താക്കീത് തന്നെയാണ് K മുരളീധരനും നൽകുന്നത്. ആര് വിചാരിച്ചാലും തന്നെ തൊടാനാകില്ല എന്നും ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരില്ല എന്നും കസേര ഒഴിയില്ല എന്നും ഒക്കെ കണ്ണൂർ ശൈലിയിൽ K സുധാകരനും വ്യക്തമാക്കി കഴിഞ്ഞു. തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് രോഗിയാക്കി മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് K സുധാകരന്റെ വാദം. K സുധാകരൻ പാർട്ടിക്കുള്ളിലെ തമ്മിലടി പരസ്യമായി പറഞ്ഞും കഴിഞ്ഞു. തനിക്കെതിരായ വാർത്തകൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പറഞ്ഞ സുധാകരൻ ഗ്രൂപ്പ് ചർച്ചയുടെ കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റോ ആന്റണിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞു. സഭാ നിർദ്ദേശത്തിൽ വന്ന ആന്റോ ആന്റണിയും സണ്ണി ജോസഫും കോൺഗ്രസ് ഗ്രൂപ്പ് ചർച്ചകളിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടാവാം. ഏതായാലും സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത കൊല്ലം ഉണ്ടാവുമെന്ന് ഇരിക്കെ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന കേരളത്തിൽ നേതൃമാറ്റം വേണമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നേതൃമാറ്റ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലും നേതൃമാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തന്റെ കസേരയ്ക്ക് വേണ്ടി പല കോണിൽ നിന്നും ആവശ്യക്കാർ എത്തിയതോടെ കാര്യങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ K സുധാകരൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കാര്യം അത്ര പന്തിയല്ല എന്ന നിലയിലാണ് KS തിരിച്ച് കണ്ണൂർക്ക് വണ്ടി കയറിയതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സുധാകരനേക്കാൾ പുതിയൊരു നേതൃത്വം ചുറുചുറുക്കുള്ള ഒരാൾ വരണമെന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നതെന്നുമാണ് സൂചനകൾ. BJPയോട് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കുള്ള മൃദു സമീപനം പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാതിരിക്കാൻ ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും ഒക്കെ പേരുകൾ പലരും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇതിൽ ഹൈക്കമാൻഡിനും എതിരഭിപ്രായമില്ല എന്നാണ് സൂചന. AK ആന്റണി സജീവ നേതൃത്വത്തിൽ നിന്ന് പിന്മാറുകയും ഉമ്മൻചാണ്ടി അന്തരിക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കളില്ല എന്നുള്ളതാണ് പോരായ്മയെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. പക്ഷേ മുരളീധരൻ അപ്പോഴേക്കും കാര്യം കൃത്യമായി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഫോട്ടോ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റ് ആകേണ്ടതെന്നാണ് മുതിർന്ന നേതാവ് K മുരളീധരൻ പറഞ്ഞത്. നേതൃമാറ്റ ചർച്ചയ്ക്കിടെ KPCC അധ്യക്ഷൻ K സുധാകരനെ പിന്തുണച്ച് K മുരളീധരൻ രംഗത്തെത്തുകയും ചെയ്തു. K സുധാകരൻ മാറണമെന്ന് തങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ മാറ്റം നല്ലതല്ല എന്നുമാണ് അഭിപ്രായമെന്നുമാണ് K മുരളീധരൻ പറയുന്നത്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും ഹൈക്കമാൻഡിനേക്കാൾ വലിയ കമാൻഡ് ഇല്ലെന്നുമാണ് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് K മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ മുരളീധരൻ അതേ അഭിപ്രായം പാർട്ടിക്കുള്ളിലെ പലർക്കും ഉണ്ടെന്നുള്ളതിന് തെളിവായി സേവ് കോൺഗ്രസ് എന്ന പേരിൽ ചിലയിടങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഫോട്ടോ കണ്ടാൽ പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്നാണ് പോസ്റ്ററിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. വലിയ പേപ്പറിൽ കൈകൊണ്ടെഴുതിയ രീതിയിലാണ് സേവ് കോൺഗ്രസിന്റെ പേരിലുള്ള പോസ്റ്ററുകൾ. ഏതായാലും കോൺഗ്രസിനുള്ള മുറുമുറുപ്പ് സേവ് കോൺഗ്രസിലൂടെ പുറത്തു വരുമ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്രമല്ല ഇനി തിരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി കസേരയുടെ പേരിലുണ്ടാവുന്ന പൊല്ലാപ്പ് എന്താവുമെന്നും സാധാരണ കോൺഗ്രസ് അണികളും ചിന്തിച്ചു തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ കസേരകളിയുടെ ഭാഗമായി അടി തുടങ്ങുകയും കാലുവലിച്ചും പാർട്ടിയെ പടുകുഴിയിൽ തള്ളുകയും ചെയ്യുമോ എന്ന പേടി പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. എന്നാൽ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ഇറക്കിയ ശേഷം മാത്രമേ താൻ തിരിച്ചു പോവുകയുള്ളൂ എന്നൊക്കെയുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രസ്താവനകൾ സുധാകരൻ പറഞ്ഞു വെക്കുന്നുമുണ്ട്. തന്റെ സ്ഥാനം നഷ്ടപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സുധാകരനെ പിറക്കിയാൽ കോൺഗ്രസിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി പോലും കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനവും അതൊക്കെ ആലോചിച്ച ശേഷം മാത്രമാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.